നമസ്കാരം, പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിൽ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. അതുപോലെ അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി അവരെടുക്കാൻ പോകുന്ന നെക്സ്റ്റ് ആക്ഷൻ എന്താണ് അതും കൂടി ഒന്ന് നോക്കാം. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്, എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ്. ഇത് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകില്ല. റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. പിന്നെ ഇതിലുള്ള പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ടും എടുക്കാവുന്നതാണ്. നിങ്ങളുടെ ആ ഒരു പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. അപ്പോഴാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ കാർഡുകൾ റെസനേറ്റ് ആവുകയുള്ളൂ. അവരുടെ ഒരു കറണ്ട് എനർജി എന്താണെന്നാണ് നോക്കുന്നത്. 8 of Cups, 7 of Cups, 5 of Pentacles, 2 of Pentacles, the Emperor, the Lovers. അവരുടെ ഒരു കറണ്ട് എനർജി എന്ന് പറയുമ്പം അവർ വളരെയധികം ഒരു മിസ്സിങ് എനർജിയിൽ നിൽക്കുന്ന ഒരു ഫീലാണ് ഇവിടെ കാണുന്നത്. അവർ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആണ്. അവർക്ക് ലോസ് ആയിപ്പോയി. അതായത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സിറ്റുവേഷനെ അവർക്ക് ലോസ് ആയിപ്പോയി എന്നുള്ള ഒരു റിയലൈസേഷനിലേക്ക് അവർ വന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഈ 4 കാർഡുകളും ഇവിടെ വന്നിരിക്കുന്നത് അവരുടെ ഒരു പെയിൻ കാണിക്കുന്ന കാർഡുകളാണ്. അപ്പം നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരുപാട് അകലത്തിൽ, ചിലപ്പോൾ അത് ഫിസിക്കൽ ഡിസ്റ്റൻസ് മാത്രമല്ല, ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ആണ്. വളരെ അകലത്തിലേക്ക് മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ ആണിത്. അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ തന്നെ നോക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു മൊമെന്റ്സ്, നിങ്ങൾ കൊടുത്തിരുന്ന ആ ഒരു സ്നേഹം, നിങ്ങൾ ആ ഒരു പേഴ്സണെ കരുതിയിരുന്നത് ഒരു എന്താ പറയുക, ഒരു രാജാവ് എന്ന നിലയിലാണ്. ഇതിപ്പം കാണുന്നത് ആരായാലും അവരുടെ ജെൻഡർ അനുസരിച്ച് എടുക്കുക. രാജാവ് എന്ന് പറയുമ്പോൾ പുരുഷന്മാരാണ് കാണുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കുക. അപ്പം ആ ഒരു കാർഡ് അങ്ങനെ വന്നതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത്രയും നിങ്ങൾ ഒരു നമ്മൾ പറയില്ലേ, നമ്മുടെ ലൈഫിൻ്റെ ഒരു അതോറിറ്റി എന്ന് പറയില്ലേ, അത്രയും ഒരു പൊസിഷൻ നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ലൈഫിനെ നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ, നിങ്ങളുടെ ലൈഫിനെ ഹാൻഡിൽ ചെയ്യാൻ, നിങ്ങൾ ഒന്നിച്ചുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ നിങ്ങൾ ആ ഒരു പേഴ്സണെ അനുവദിച്ചിരുന്നു. അത്രയും നിങ്ങൾ ഒരു ഡീപ്പായിട്ട്, വളരെ ഡീപ്പായിട്ട് പോയ ഒരു കണക്ഷൻ ആയിരുന്നു. ആ ഒരു കണക്ഷനിലാണ് ഇത്തരത്തിലുള്ള വലിയൊരു സെപ്പറേഷൻ സംഭവിച്ചിരിക്കുന്നത്. അതിൽ ഈ ഒരു സെപ്പറേഷൻ്റെ കാരണം എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൻ്റെ മൾട്ടിപ്പിൾ ചോയ്സസ് തന്നെയാണ്. 7 of Cups അതാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ, ആ ഒരു പേഴ്സൻ്റെ മുമ്പിൽ മൾട്ടിപ്പിൾ ചോയ്സസ് ഉണ്ടായിരുന്നു. അപ്പം ആള് വളരെയധികം കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഏത് ചോയ്സിനെ ഓപ്റ്റ് ചെയ്യും? നിങ്ങളെക്കാളും പ്രയോറിറ്റി ചിലപ്പോൾ അവർ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് കൊടുത്തിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് നടന്നു പോയത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് മാറിപ്പോയത്. അപ്പോൾ അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ എന്നത് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത്. കുറേ സമയം അവർ ചിലപ്പോൾ നിങ്ങളെയും അവരുടെ ആ ഒരു അതർ സിറ്റുവേഷനെ ഒരേപോലെ ഹാൻഡിൽ ചെയ്യാനൊക്കെ ശ്രമിച്ചു. പക്ഷെ എപ്പോഴോ അവർക്ക് മനസ്സിലായി ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായതായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറ്റൊരു വ്യക്തിയുണ്ട്, മറ്റൊരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് മനസ്സിലായി നിങ്ങൾ മാറി നിന്നതായിരിക്കും. അപ്പം എന്തായാലും ഇവിടെ ആ ഒരു പേഴ്സൺ അങ്ങനെ ട്രൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ശ്രമിച്ചിട്ട് അതിൽ തോറ്റുപോയി. ആള് മുന്നോട്ടേക്ക് പോകേണ്ട, അല്ലെങ്കിൽ ആൾ ഒറ്റയ്ക്ക് മാറിപ്പോകേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പം നിങ്ങളായിരിക്കും ചിലപ്പോൾ ഇവിടുന്ന്, ചില ആളുകൾ അങ്ങനെയാണ്, അതായത് നിങ്ങൾ തന്നെ ആയിരിക്കാം ആളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയത്. കാരണം ആളുടെ ലൈഫിലെ ഒരു മൾട്ടിപ്പിൾ ചോയ്സസിൽ ഒരാളായിട്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന രീതിയിൽ നിങ്ങളായിരിക്കും മാറിപ്പോയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു പേഴ്സൺ നോക്കുന്നത് എവിടെയാണോ നിങ്ങൾ പോയത്, അല്ലെങ്കിൽ നിങ്ങൾ വിട്ടിട്ട് പോയത്, അതേ സിറ്റുവേഷനിൽ ഇരുന്നിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും വിഷമത്തിൽ, അത്രയും പെയിൻഫുൾ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആള് സെലക്ട് ചെയ്ത, അല്ലെങ്കിൽ ആള് ചൂസ് ചെയ്ത, ആള് നല്ല എന്താ പറയുക, ആളുടെ മുമ്പിലുള്ള ഓപ്ഷൻസിൽ ആള് ചൂസ് ചെയ്തത് അത്ര വൈസ്ലി ആയിരുന്നില്ല. അപ്പോൾ ആൾ കുറച്ച് പ്രയോറിറ്റി കൊടുത്തത് ആ ഒരു ടെമ്പററി ആയിട്ട് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ആ ഒരു കാര്യം സെലക്ട് ചെയ്ത് പോയത്. അപ്പം ഇപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്താണ്, എവിടെയാണ് മിസ്സിങ് ആയത്, അല്ലെങ്കിൽ ഏത് കാര്യത്തിലായിരുന്നു, ഏത് കാര്യമായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അപ്പം ആ ഒരു പേഴ്സൻ്റെ ലൈഫിലും ഇതൊരു പാഠമാണ്. ഏതാണ് ചൂസ് ചെയ്യേണ്ടത്, അതായത് കറക്റ്റായിട്ട് നമ്മൾ ഒരു ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ആക്ഷൻ എടുക്കണം എന്നുള്ള ഒരു പാഠമാണ് അവർക്ക് ഇവിടെ ഡിവൈൻ നൽകുന്നത്.
അപ്പം തീർത്തും വളരെ മിസ്സിംഗ് ആയിട്ട്, തീർത്തും എന്ന് പറയുമ്പം ആൾക്ക് മറ്റൊരു കാര്യങ്ങൾക്കും ശ്രദ്ധയില്ലാതെ അത്രയും ഒരു മിസ്സിംഗ് എനർജിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ആളുടെ ഒരു നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. Five of Swords, Eight of Pentacles, Page of Swords, Three of Pentacles, Three of Wands, Nine of Wands. യെസ്, ഇവിടെ വരുന്നത് നമ്മൾ കണ്ടിരുന്നു നേരത്തെ, അവർ വളരെയധികം ഒരു മിസ്സിംഗ് എനർജിയിലാണ് നിൽക്കുന്നത് എന്ന്. ഇനി അവർക്ക് കാത്തിരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇനിയും ഇത് വെയിറ്റ് ചെയ്യാൻ കഴിയില്ല, നിങ്ങളെ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ആക്ഷനാണ്. ഇവര് ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഇതിനകം തന്നെ വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇനി ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു കോണ്ടാക്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ട്രാവൽ, ത്രീ ഓഫ് വൺസ് ട്രാവൽ കാർഡാണ്. നിങ്ങൾ ഇരിക്കുന്ന ഒരു സ്ഥലം നോക്കി അതിനകത്തേക്ക് അല്ലെങ്കിൽ അവിടേക്ക് യാത്ര തിരിച്ചിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പം ചിലപ്പോൾ നിങ്ങളെ കാണാൻ തന്നെ വരാൻ സാധ്യതയുണ്ട്, നേരിട്ട് കാണാനുള്ള സാധ്യതകൾ കൂടുതലാണ്, സംസാരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അവർക്കറിയാം അവര് നിങ്ങൾ ഒത്തിരി അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം അത് അവർക്ക് ആ ഒരു സ്നേഹത്തിന്റെ ഒരു ഇന്റൻസിറ്റി കാരണമാണ് അവർക്ക് അത്രയും ഒരു മിസ്സിംഗ് എനർജി അവിടെ വരുന്നതും. അപ്പൊ അവർ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എടുത്ത എഫേർട്ടുകളൊന്നും വെറുതെ ആയി പോകരുത് എന്നൊക്കെ അവർക്കൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. അപ്പൊ അവരോട് തന്നെ, അവരുടെ മനസ്സിനോട്, അവർക്ക് മനസ്സിനോട് തന്നെ ഫൈറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള സിറ്റുവേഷൻസിനോടൊക്കെ അവർ ഫൈറ്റ് ചെയ്ത് അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അപ്പം ഇവിടെ ത്രീ ഓഫ് പെന്റക്കിൾസും ഒരു യൂണിയൻ എനർജിയാണ് കാണുന്നത്. ആൻഡ് ഈ ഒരു നയൻ ഓഫ് വോൺസിലും പറയുന്നതും സെയിം, അതായത് ഒരു യാത്ര, ട്രാവലാണ് കാണിക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് തീർച്ചയായിട്ടും വരണം എന്നുള്ള രീതിയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. അവരുടെ ആക്ഷൻ എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു കോണ്ടാക്റ്റ് അവിടെ നിന്ന് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ചിലർക്കെങ്കിലും നിങ്ങളെ നേരിട്ട് വന്ന് കാണാനും നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനെ, അതായത് എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യണം, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. ഏതൊരു സിറ്റുവേഷൻ വന്നാലും ഈ ഒരാളെ, അതായത് നിങ്ങളെ അവർക്ക് ഒരിക്കലും വിട്ട് കളയാൻ കഴിയില്ല. നിങ്ങളെ വിട്ട് കളയുക എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു ലോസ് ആയി തീരുമെന്ന് അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് ആ നയൻ ഓഫ് വോൺസിൽ പറയുന്നത്. അവരെങ്ങനെയും ഈ ഒരു കാര്യത്തെ ഡിഫെൻഡ് ചെയ്ത്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് അതിൽ ഇങ്ങനെ നിൽക്കാനായിട്ടുള്ള ഒരു സ്ട്രെങ്ത് അവർ നേടുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു സ്ട്രെങ്ത് നേടിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു സ്ട്രെങ്ത് നേടിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളെ ഫേസ് ചെയ്യാൻ. നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകും, അപ്പം അതിനൊക്കെയുള്ള മറുപടികൾ തരാനുള്ള ഒരു സ്ട്രെങ്ത് അവർ നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്ന ഒരു എനർജി. അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് എടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ വിട്ടുകളയുക. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.